നമസ്കാരം. 10th CBSE ഫിഫ്ത്ത് ചാപ്റ്റർ ആയിട്ടുള്ള അരിത്തമെറ്റിക് പ്രോഗ്രഷൻസ് ആണ് നമ്മൾ ഇവിടെ തുടങ്ങാൻ പോകുന്നത്. അരിത്തമെറ്റിക് പ്രോഗ്രഷൻസ് CBSEക്ക് മാത്രമല്ല ICSEക്കും അതേ കണക്ക് സ്റ്റേറ്റ് സിലബസിനും എല്ലാം 10th വരുന്നുണ്ട്. സോ അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് +1 നമുക്ക് സീക്വൻസ് ആൻഡ് സീരീസ് എന്ന ചാപ്റ്റർ വരുന്നത്. അതുകൊണ്ട് തന്നെ അരിത്തമെറ്റിക് പ്രോഗ്രഷൻസ് നന്നായിട്ട് പഠിക്കുക. അങ്ങനെയാണെങ്കിൽ +1 ആ ഒരു ടോപ്പിക്ക് വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, ആദ്യമായിട്ട് നമുക്ക് സീക്വൻസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, അരിത്തമെറ്റിക് പ്രോഗ്രഷൻസ് എന്താണെന്ന് പറയുന്നതിന് മുന്നേ നമുക്ക് സീക്വൻസ് എന്താണെന്നതിനെ കുറിച്ച് ഒരു ചെറിയ ഐഡിയ ഞാൻ പറഞ്ഞുതരാം. വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഈ ക്ലാസ്സുകളുടെ വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് ആ സെയിം ടൈമിൽ തന്നെ നിങ്ങൾക്ക് നോട്ട്സ് എഴുതി പോകാവുന്നതേ ഉള്ളൂ. കാര്യം അത്രയ്ക്ക് ഡീറ്റെയിൽ ആയിട്ടാണ് ക്ലാസ്സുകൾ പോകുന്നത്. വളരെ ശ്രദ്ധിച്ചിരുന്നാൽ നിങ്ങൾക്ക് തന്നെ നോട്ട്സ് എഴുതാവുന്നതാണ്. ധാരാളം കുട്ടികൾ അങ്ങനെ എഴുതി വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ കഴിയാത്ത ആൾക്കാർക്ക് നമുക്ക് PDF ആയിട്ട് നോട്ട്സ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് കഴിയും. അപ്പൊ മാക്സിമം നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ തന്നെ നോട്ട്സ് എഴുതുക. അതായിരിക്കും ഏറെക്കുറെ ബെറ്റർ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യമായിട്ട് സീക്വൻസ് എന്താണെന്ന് നോക്കാം. സോ ആദ്യമായിട്ട് സീക്വൻസസ് എന്താണെന്ന് നോക്കുവാണ്. സീക്വൻസസ് ഈസ് ആൻ അറേഞ്ച്മെന്റ് ഓഫ് നമ്പേഴ്സ് ഇൻ എ ഡെഫിനിറ്റ് ഓർഡർ according to some rule. So sequences is an arrangement of numbers in a definite order according to some rule. So നമുക്ക് ഈ patterns ഒന്ന് ശ്രദ്ധിക്കാം. 1 3 5 7 9 etc. These are odd natural numbers. Okay, so 0 -2 -4 -6 -8 etc. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചേക്കുന്നത്? 0യുടെ കൂടെ -2 ആഡ് ചെയ്ത് പോയേക്കുവാ. 0 + -2 -2 -2 + -2 -4 -4 + -2 -6. അപ്പൊ ഓരോ ടേമിന്റെയും കൂടെ എന്ത് ആഡ് ചെയ്തേക്കുവാണ്? -2 ആഡ് ചെയ്ത് പോയേക്കാണ്. 1 4 9 16 25 etc. So what is this pattern? Square of natural numbers. So 1 square 1, 2 square 4, 3 square 9, 4 square 16, 5 square 25 etc. So natural numbers സ്ക്വയർ ആണ് ഈ പാറ്റേണിൽ കാണുന്നത്. So what is 1 8 27 64 125? Cube of natural numbers. 1 cube 1, 2 cube 8, 3 cube 27, 4 cube 64, 5 cube 125 etc. So what is this pattern? Reciprocals of natural numbers. 1 means 1 by 1 ആണ്. 1 by 2, 1 by 3, 1 by 4, 1 by 5 etc. Reciprocals of natural numbers. അതാണ് ഈ പാറ്റേൺ. 2 4 6 8 10 etc. ഇതെല്ലാവർക്കും അറിയാമല്ലേ? ഈവൻ നാച്ചുറൽ നമ്പേഴ്സ്. സോ ദിസ് ഈസ് ഈവൻ നാച്ചുറൽ നമ്പേഴ്സ്. സോ അപ്പൊ ശ്രദ്ധിക്കുക, ഇതെല്ലാം ഒരു പാറ്റേൺ ആണ്. സോ ഈ പാറ്റേൺസിനെ നമ്മൾ ജനറലി വിളിക്കുന്ന പേരാണ് സീക്വൻസസ്. സോ സീക്വൻസിന്റെ ഡെഫിനിഷൻ ഒന്നുകൂടെ പറയുവാണ്. Sequences is an arrangement of numbers in a definite order according to some rule. So അപ്പം ഈ ഒരു പാറ്റേൺ എല്ലാം സീക്വൻസസ് ആണ്. അപ്പൊ ഈ സീക്വൻസസ് എല്ലാം ഒരു പർട്ടിക്കുലർ റൂളിനെ ബേസ് ചെയ്താണ് പോയിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ നമ്പേഴ്സിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് അരിത്തമെറ്റിക് പ്രോഗ്രഷൻസിലേക്ക് വരാം. സോ ഇങ്ങനെയുള്ള ഈ സീക്വൻസസിൽ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് സീക്വൻസസിനെ നമ്മൾ വിളിക്കുന്നതാണ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻസ്. സോ ഇങ്ങനെയുള്ള ഈ സീക്വൻസസിൽ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് സീക്വൻസസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻസ്. സോ ഓൾ സീക്വൻസസ് ആർ നോട്ട് അരിത്തമെറ്റിക് പ്രോഗ്രഷൻസ്. എല്ലാ സീക്വൻസും എന്തല്ല? അരിത്തമെറ്റിക് പ്രോഗ്രഷൻസ് അല്ല. സോ അപ്പൊ എങ്ങനെയുള്ള സീക്വൻസ് ആണ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻസ് എന്നുള്ളത് നമുക്കിനി നോക്കാം. ഇത്രയും പാർട്ട് ക്ലിയർ ആയല്ലോ? സോ അപ്പൊ നമ്മൾ പറഞ്ഞത് സീക്വൻസിലെ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് സീക്വൻസിനെയാണ് നമ്മൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻസ് എന്ന് വിളിക്കുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഏതാണ് ആ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് സീക്വൻസസ്? ഓക്കെ, നോക്കിക്കേ, അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ ഡെഫിനിഷൻ ആണ്. ആ ഡെഫിനിഷനിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അതിന്റെ ഒരു ഐഡിയ കിട്ടും. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഈസ് എ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് ഇൻ വിച്ച് ഈച്ച് ടേം ഈസ് ഒബ്റ്റൈൻഡ് ബൈ ആഡിംഗ് എ ഫിക്സഡ് നമ്പർ ടു ദ പ്രിസീഡിംഗ് ടേം എക്സെപ്റ്റ് ദ ഫസ്റ്റ് ടേം. ഓക്കെ, സോ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത് ഒരു ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് ആണ്. ഇൻ വിച്ച് ഈച്ച് ടേം ഈസ് ഒബ്റ്റൈൻഡ് ബൈ, ഓരോ ടേമും നമുക്ക് കിട്ടുന്നത് ബൈ ആഡിംഗ് എ ഫിക്സഡ് നമ്പർ ടു ദ പ്രിസീഡിംഗ് ടേം. സോ പ്രിസീഡിംഗ് ടേം മീൻസ് തൊട്ട് മുന്നേ ഉള്ള ടേം എന്നാണ്. സോ അങ്ങനെ തൊട്ട് മുന്നേ ഉള്ള ടേമിനോട് ഏതെങ്കിലും ഒരു ഫിക്സഡ് നമ്പർ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് തൊട്ടടുത്തടുത്ത ടേംസ് നമുക്ക് കിട്ടുന്നത്.
ഓക്കെ, എക്സെപ്റ്റ് ദ ഫസ്റ്റ് ടേം. അപ്പൊ അതെന്താണെന്ന് പറഞ്ഞുതരാം. സോ ദ ഫിക്സഡ് നമ്പർ ഈസ് കാൾഡ് കോമൺ ഡിഫറൻസ്. സോ ഈ ഒരു ഡെഫിനിഷനിൽ നിന്ന് ഐഡിയ പിടി കിട്ടാത്തവർക്ക് ഞാൻ ഈ എക്സാമ്പിൾ പറയുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. നമ്മുടെ ഫസ്റ്റ് കേസ് എന്തായിരുന്നു? 1 3 5 7 9. സോ ദിസ് ഈസ് എ സീക്വൻസ്. ഓക്കെ, സോ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 1 3 5 7 9 എക്സെട്ര. സോ നോക്കിക്കേ, 1ന്റെ കൂടെ എത്ര ആഡ് ചെയ്യുമ്പോഴാണ് 3 കിട്ടുന്നത്? 2. ഓക്കെ, സെയിം 3യുടെ കൂടെ എത്ര ആഡ് ചെയ്യുമ്പോഴാണ് 5 കിട്ടുന്നത്? സെയിം 2. 2ന്റെ കൂടെ 5ന്റെ കൂടെ വീണ്ടും 2 ആഡ് ചെയ്യുമ്പോൾ 7. 7ന്റെ കൂടെ വീണ്ടും 2 ആഡ് ചെയ്യുമ്പോൾ 9. സോ 2 ആഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. സോ നോക്കിക്കേ, പ്രസീഡിങ് ടേമിന്റെ കൂടെ 2 ആഡ് ചെയ്യുമ്പോൾ അടുത്ത ടേം കിട്ടും. സോ 1ന്റെ കൂടെ 2 ആഡ് ചെയ്താൽ 3 കിട്ടും. 3യുടെ കൂടെ 2 ആഡ് ചെയ്താൽ 5 കിട്ടും. ഫോർ എക്സാമ്പിൾ, 5ന്റെ പ്രസീഡിങ് ടേം എന്ന് പറഞ്ഞാൽ 3യും സക്സീഡിങ് ടേം എന്ന് പറഞ്ഞാൽ 7ഉമാണ്. ഓക്കെ, സോ 5ന്റെ പ്രസീഡിങ് ടേം ആണ് 3, തൊട്ട് മുന്നേ ഉള്ളത്. സക്സീഡിങ് ടേം ആണ് 7, സക്സസീവ് ടേം എന്ന് പറയും. ഓക്കെ, സോ അത് മനസ്സിലായല്ലോ. പ്രസീഡിങ് ടേമും സക്സസീവ് ടേം അല്ലെങ്കിൽ സക്സീഡിങ് ടേം എന്തുവാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. സോ ഇങ്ങനെയുള്ള സീക്വൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻസ്. ഓക്കെ, അപ്പൊ കണ്ടീഷൻ എന്താണ്? Arithmetic progression is a list of numbers in which each term is obtained by adding a fixed number. ഓരോ ടേമും നമുക്ക് കിട്ടണമെങ്കിൽ അതിന്റെ പ്രസീഡിംഗ് ടേമിനോട് ഒരു ഫിക്സഡ് നമ്പർ ആയിരിക്കണം ആഡ് ചെയ്ത് പോകേണ്ടത്. സോ ദിസ് ഈസ് ആൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. സോ അങ്ങനെ അല്ലാത്തൊരു കേസ് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഞാൻ ഇവിടെ എത്തിക്കിട്ടും ദിസ് ഈസ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. സോ അരിത്തമെറ്റിക് പ്രോഗ്രഷനെ നമ്മൾ ഷോർട്ട് ആയിട്ട് AP എന്ന് വിളിക്കും. അരിത്തമെറ്റിക് പ്രോഗ്രഷൻസ്, AP. നോക്കിക്കേ, അടുത്തൊരു കേസ് എടുക്കാം. 0 -2 -4 -6 -8. 0യുടെ കൂടെ -2 ആഡ് ചെയ്യുമ്പോഴാണ് -2 കിട്ടുന്നത്. വീണ്ടും -2 ആഡ് ചെയ്യുമ്പോൾ -4, വീണ്ടും -2 ആഡ് ചെയ്യുമ്പോൾ -6. സോ ഇവിടെയും ഇതും എന്താണ്? AP ആണ്, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ്. ഓക്കെ, നോക്കേ, 1 4 9 16 25. ആ കേസ് നമുക്ക് ഇങ്ങോട്ട് എടുത്ത് എഴുതാം. 1 4 9 16 25 എക്സെട്ര. സോ നോക്കിക്കേ, ഈ ഡിഫറൻസ് എന്താണ്? 4 - 1 3. ഈ ഡിഫറൻസ് എന്താണ്? 9 - 4 എത്രയാണ്? 5. ഈ ഡിഫറൻസ് എന്താണ്? 16 - 9 7. സോ 1ന്റെ കൂടെ ആദ്യം അവര് 3 ആഡ് ചെയ്തപ്പോഴാണ് 4 കിട്ടിയത്. ഇപ്പൊ വീണ്ടും 3 ആയിരുന്നു ആഡ് ചെയ്യേണ്ടിരുന്നത്. പക്ഷെ അടുത്ത എന്താണ് ആഡ് ചെയ്തേക്കുന്നത്? 5. സോ വീണ്ടും അടുത്ത 7. സോ ഒരു കോൺസ്റ്റന്റ് ടേം അല്ല എന്ത് ചെയ്തേക്കുന്നത് ഇവിടെ ആഡ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഫിക്സഡ് നമ്പർ. നമ്മുടെ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണെങ്കിൽ ഓരോ നമ്പറിന്റെ കൂടെ ഒരു ഫിക്സഡ് നമ്പർ ആഡ് ചെയ്ത് പോകാൻ പാടുള്ളൂ. സോ അപ്പൊ ഇവിടെ പല പല നമ്പേഴ്സ് ആണ് ആഡ് ചെയ്ത് പോയേക്കുന്നത്. സോ ദിസ് ഈസ് നോട്ട് ആൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. ഓക്കെ, സോ ദിസ് ഈസ് നോട്ട് ആൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. ക്ലിയർ ആയി കാണുമല്ലോ ഇപ്പൊ എന്താണ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന്. സോ ആദ്യമേ നമ്മൾ പഠിച്ചു സീക്വൻസസ് എന്താണെന്ന്. Sequences is an arrangement of numbers in a definite order according to some rule. So some rules അനുസരിച്ചുള്ള പാറ്റേൺസ് ആണ് സീക്വൻസസ്. ഇതെല്ലാം സീക്വൻസസ് ആണ്. ഈ സീക്വൻസിൽ തന്നെ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് സീക്വൻസസിനെയാണ് നമ്മൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻസ് എന്ന് പറയുന്നത്. സോ അതിന്റെ ഡെഫിനിഷൻസ് നമ്മൾ പഠിച്ചു. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഈസ് എ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് in which each term is obtained by. ഇതാണ് ഇമ്പോർട്ടന്റ്. Each term is obtained by adding a fixed number to the preceding term. ഓരോ ടേമും നമുക്ക് കിട്ടണമെങ്കിൽ പ്രിസീഡിംഗ് ടേമിനോട് തൊട്ട് മുന്നേ ഉള്ള ടേമിനോട് ഒരു ഫിക്സഡ് നമ്പർ എന്ത് ചെയ്യണം? നമ്മൾ ആഡ് ചെയ്ത് വേണം പോകാൻ. സോ അപ്പൊ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും AP അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണോ ഇല്ലയോ എന്നുള്ളതൊക്കെ. ആദ്യമുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അങ്ങനെയാണ്. ഒരു പാറ്റേൺ തന്നിട്ട് ഒരു സീക്വൻസ് തന്നിട്ട് നമ്മളോട് ചോദിക്കും ഇത് ചെക്ക് വെദർ ദിസ് ഈസ് AP ഓർ നോട്ട്. ഓക്കെ, അപ്പോ അടുത്ത കേസിന് നോക്കണോ? 1 8 27 64 നോക്കേണ്ട ആവശ്യമുണ്ടോ? കാര്യം ഇവിടുത്തെ ഡിഫറൻസ് എത്ര? 7. ഇവിടുത്തെ ഡിഫറൻസ് എത്രയാണ്? 7 ആണോ? അല്ല. സോ ദിസ് ഈസ് ഓൾസോ നോട്ട് AP. സോ ഡിഫറൻസ് എന്തായിരിക്കണം? സെയിം. സോ ഇത് നോക്കേ, 1 1/2 1/3. ദിസ് ഈസ് നോട്ട് AP. അപ്പൊ അത് ചെക്ക് ചെയ്യുന്നതൊക്കെ ഞാൻ പറഞ്ഞുതരാം. 2 4 6 8 10 എക്സെട്ര AP ആണോ? ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് AP ആണോ? ആണ്. 2ന്റെ കൂടെ 2 ആഡ് ചെയ്തപ്പോ 4, 4ന്റെ കൂടെ 2 ആഡ് ചെയ്തപ്പോ 6, 6ന്റെ കൂടെ 2 ആഡ് ചെയ്തപ്പോ 8, അങ്ങനെ പോകുന്നു. സോ ദിസ് ഈസ് AP ബിക്കോസ് ഈച്ച് ടേം ഈസ് ഒബ്ടൈൻഡ് ബൈ
adding a fixed number to the preceding number. So for example 8 എങ്ങനെ കിട്ടിയത് 6 ന്റെ കൂടെ 2 ആഡ് ചെയ്തപ്പോൾ, 10 എങ്ങനെ കിട്ടിയത് 8 ന്റെ കൂടെ 2 ആഡ് ചെയ്തപ്പോൾ. അങ്ങനെ ഓരോ നമ്പേഴ്സും തൊട്ടു മുന്നിലുള്ള നമ്പറിനോട് ഫിക്സഡ് നമ്പർ ആഡ് ചെയ്ത് കിട്ടുന്ന നമ്പേഴ്സ് ആണെങ്കിൽ ആ ഒരു സീക്വൻസിനെ നമുക്ക് അരിത്തമെറ്റിക് പ്രോഗ്രഷൻസ് എന്ന് വിളിക്കാം. ഇതിന് കുറച്ചുകൂടി എക്സാമ്പിൾസ് നമുക്ക് എഴുതാം. അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഇത്രയും പാട്ടൊന്ന് എഴുതിയെടുക്കാം. അത് ചെയ്യേണ്ടത് വീഡിയോ പോസ് ചെയ്തതിനു ശേഷം എഴുതിയെടുത്താൽ മതി. ഓക്കെ, അരിത്തമെറ്റിക് പ്രോഗ്രഷൻസിന്റെ തന്നെ കുറച്ച് എക്സാമ്പിൾസ് ആണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ടെക്സ്റ്റിലെ എക്സാമ്പിൾസ് തന്നെയാണ്. 1 2 3 4 എക്സെട്ര. ഓക്കെ, 1ന്റെ കൂടെ 2 1 ആഡ് ചെയ്തപ്പോൾ 2, 2ന്റെ കൂടെ 1 ആഡ് ചെയ്തപ്പോൾ 3, 3ന്റെ കൂടെ 1 ആഡ് ചെയ്തപ്പോൾ എത്ര 4. സോ ദിസ് ഈസ് AP. അപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ദിസ് ഈസ് AP. 100 70 40 10 എക്സെട്ര. 100 70 40 10 എക്സെട്ര. അപ്പൊ ഇത് കുറച്ചെങ്കിലും ആൾക്കാർക്ക് ഡൗട്ട് വരും, എന്താണ് ഇതിന്റെ കൂടെ ആഡ് ചെയ്തേക്കുന്നത്. നോക്കി, 100ന്റെ കൂടെ എന്ത് ആഡ് ചെയ്തപ്പോഴാണ് 70 വന്നത്? 100ന്റെ കൂടെ -30 ആഡ് ചെയ്തപ്പോഴാണ് 70 വന്നത്. ഓക്കെ, അപ്പം ഈ നമ്പേഴ്സ് അരിത്തമെറ്റിക് പ്രോഗ്രഷനിലെ സീക്വൻസിലെ നമ്പേഴ്സ് ഇൻക്രീസിങ് ആവണോ നിർബന്ധമില്ല, ഡിക്രീസിങ് ആയിട്ടും വരാം. സോ 100ന്റെ കൂടെ -30 ആഡ് ചെയ്തപ്പം 70 വന്നു. 70യുടെ കൂടെ വീണ്ടും -30 ആഡ് ചെയ്തപ്പോ 40 വന്നു. 40യുടെ കൂടെ വീണ്ടും -30 ആഡ് ചെയ്തപ്പോ എന്ത് വന്നു? 10 വന്നു. ഓക്കെ, അപ്പൊ അതിനു മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, വാട്ട് ഈസ് ടേം? സോ ഈ അരിത്തമെറ്റിക് പ്രോഗ്രഷനിലെ ഓരോ മെമ്പേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടേം. ടേം. ഓക്കെ, സോ ഫസ്റ്റ് ടേമിനെ നമ്മൾ A1 എന്ന് വിളിക്കും. സെക്കൻഡ് ടേമിന് നമ്മൾ A2, തേർഡ് ടേം എന്താണ് A3, അങ്ങനെ പോകും. ലാസ്റ്റ് ടേം ആണ് AN. സോ അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ്, അത് പിന്നീട് നമുക്ക് നോക്കാം. സോ ആദ്യമായിട്ട് ടേം, അരിത്തമെറ്റിക് പ്രോഗ്രഷനിലെ ഓരോ മെമ്പേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടേംസ്. ടേംസ് ഓഫ് AP എന്ന് പറയും. ഫസ്റ്റ് ടേം എന്താണ്? A1, A2, A3. A3 means third term. A4 means fourth term. AN means nth term. Okay. So ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് കോമൺ ഡിഫറൻസ്. നോക്കിക്കേ, ഡിഫറൻസ് എന്താണ്? സോ ഇവിടുത്തെ 2 - 1 ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, ഈ കോമൺ ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഒരു ടേമിൽ നിന്നും അതിന്റെ പ്രസീഡിങ് ടേം വേണം കുറയ്ക്കാൻ. ശ്രദ്ധിച്ചോണം, 2 എടുക്കുവാണെങ്കിൽ 2ൽ നിന്ന് തൊട്ട് മുന്നേ ഉള്ള 1 വേണം കുറയ്ക്കാൻ. എന്നാൽ മാത്രമേ എന്ത് കിട്ടത്തുള്ളൂ? കോമൺ ഡിഫറൻസ് കിട്ടത്തുള്ളൂ. അപ്പൊ 2A2 ആണ്, 1A1 ആണ്. സോ കോമൺ ഡിഫറൻസിനെ നമുക്ക് A2 - A1 എന്നോ, നമുക്ക് 3 എടുക്കുവാണെങ്കിൽ 3ക്ക് തൊട്ട് മുന്നേ ഉള്ള ടേം ഏതാ? 2. സോ 3 - 2 കോമൺ ഡിഫറൻസ് ആണ്. സോ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനായിട്ട് ചെയ്യേണ്ടത്, ഒരു ടേമിൽ നിന്നും അതിന്റെ തൊട്ട് മുന്നേ ഉള്ള പ്രസീഡിങ് ടേം എന്ത് ചെയ്യണം? കുറയ്ക്കണം. സോ A3 - A2 എന്ത് തന്നെയാണ്? കോമൺ ഡിഫറൻസ്. A3 - A2. ഇനിയും എഴുതാം A4 - A3. ഇതെന്താണ്? A4, ഫോർത്ത് ടേം. ഓക്കെ, സോ അപ്പൊ നമ്മൾ ആദ്യമായിട്ട് പഠിച്ചത് ടേം. ഓരോ മെമ്പേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടേം. ടേംസിന് പേര് എങ്ങനെ കൊടുക്കുന്നത്? ജനറലി A1 ഫസ്റ്റ് ടൈം, A2 സെക്കൻഡ് ടൈം, എക്സെട്ര. ഇനി ഒരു പർട്ടിക്കുലർ നമ്പർ ആഡ് ചെയ്താണ് പോകുന്നതെന്ന് നമ്മൾ APയുടെ ഡെഫിനിഷനിൽ പഠിച്ചു. APയുടെ ഡെഫിനിഷൻ എന്തായിരുന്നു? അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഈസ് എ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് ഇൻ വിച്ച് ഈച്ച് ടേം ഈസ് ഒബ്ടൈൻഡ് ബൈ ആഡിങ് എ ഫിക്സഡ് നമ്പർ ടു ദ പ്രസീഡിങ് ടേം. പ്രസീഡിങ് ടേമിനോട് ഒരു ഫിക്സഡ് നമ്പർ ആഡ് ചെയ്ത് പോകുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. ആ ഫിക്സഡ് നമ്പറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോമൺ ഡിഫറൻസ്. ഫിക്സഡ് നമ്പർ, അവിടെയുള്ള ഫിക്സഡ് നമ്പർ എന്താണോ ആഡ് ചെയ്ത് പോകുന്നത് ആ നമ്പറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോമൺ ഡിഫറൻസ്. ഓക്കെ, സോ ആ ഡിഫറൻസ് കോമൺ ആയതുകൊണ്ടാണ് അതിനെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ 2 - 1 is 1. നോക്കിക്കേ, 2 - 1 is 1. 3 - 2 is 1. 4 - 3 is 1. Difference is same. That is we call common difference. സോ ആ ഡിഫറൻസ് ആയിട്ടുള്ള 1 ആണ് ഓരോന്നിന്റെയും ആഡ് ചെയ്ത് പോകുന്നത്. സോ അപ്പൊ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള റൂള് ശ്രദ്ധിച്ചേക്കണം. ഒരു ടേം എടുക്കുവാണെങ്കിൽ അതിന്റെ തൊട്ട് മുന്നേ ഉള്ള ടേമിൽ നിന്ന്, ആ ടേമിൽ നിന്ന് തൊട്ട് മുന്നേ ഉള്ള ടേം വേണം എന്ത് ചെയ്യാൻ? നമ്മൾ കുറയ്ക്കാൻ. ഫോർ എക്സാമ്പിൾ A2 - A1, A3 - A2. ഇനി ഒരു A10 എടുക്കുവാണെങ്കിൽ A10 - A9. അങ്ങനെയാണ് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നത്. അതൊക്കെ നമ്മൾ ഇനി അങ്ങോട്ട് ചെയ്യും. അപ്പം കൂടുതലായിട്ട് അതിനെ പറ്റി മനസ്സിലാവും.
സോ ഫിക്സഡ് നമ്പർ ആണ് കോമൺ ഡിഫറൻസ്. അപ്പം ഇത് നോക്കി, ഇനി ഒരു കേസ് ഡിഫറൻസ് ക്യാൻ ബി നെഗറ്റീവ് ഓൾസോ. ദാറ്റ് മീൻസ് ആ കോമൺ ഡിഫറൻസ് എന്തും ആവാം, നെഗറ്റീവും ആവാം. സോ ഇവിടെ എത്രയാണ് 100 പിന്നെ എന്തായി 70 ആയി മാറി. അപ്പൊ ഇവിടുത്തെ ഡിഫറൻസ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? സോ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കും എന്ന് ചോദിച്ചാൽ ഈ കേസിൽ ഡിഫറൻസ് 70യിൽ നിന്ന് എന്ത് കുറച്ചാൽ മതി, 100 കുറച്ചാൽ മതി. സോ A2 മൈനസ് A1 ദാറ്റ് ഈസ് ഈക്വൽ ടു 70 മൈനസ് 100 ദാറ്റ് ഈസ് മൈനസ് 30. 40 മൈനസ് 70 ചെയ്താലും മൈനസ് 30 വരും. സോ ഈ കേസിൽ ഡിഫറൻസ് മൈനസ് 30. അപ്പൊ ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ കിട്ടുവാണെങ്കിൽ എന്ത് ഫിക്സഡ് ടേം ആണ് ആഡ് ചെയ്ത് പോയേക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. സെക്കൻഡ് ടൈമിൽ നിന്ന് ഫസ്റ്റ് ടൈം കുറച്ചാൽ മതി, അല്ലെങ്കിൽ തേർഡ് ടൈമിൽ നിന്ന് എന്ത് കുറച്ചാൽ മതി, സെക്കൻഡ് ടൈം കുറച്ചാൽ മതി. ദാറ്റ് ഈസ് കാൾഡ് കോമൺ ഡിഫറൻസ്. സോ ഈ കേസിൽ കോമൺ ഡിഫറൻസ് എത്രയാണ്? D is equal to മൈനസ് 30. ഓക്കെ, അടുത്ത കേസ് നോക്കി, ഇവിടെ -3 -2 -1 0 എക്സെട്ര. അപ്പൊ ഇവിടെ എന്ത് ആഡ് ചെയ്ത് പോയേക്കെന്ന് അറിയാമോ? കോമൺ ഡിഫറൻസ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഈ കേസിൽ കോമൺ ഡിഫറൻസ് അഗൈൻ D is equal to A2 മൈനസ് A1 നോക്കാം. A2 എന്താണ്? -2 -3. ഓക്കെ, ഇതിൽ നിന്ന് വേണം ഇത് കുറയ്ക്കാനായിട്ട്. അപ്പൊ നമുക്ക് ആ ഡിഫറൻസ് കിട്ടും. സോ -2 ഈ മൈനസ് പ്ലസ് ആവും, +3 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. സോ +1 ആണ് ഇവിടെ ആഡ് ചെയ്ത് പോയേക്കുന്നത്, ശരിയല്ലേ? -3യുടെ കൂടെ +1 ആഡ് ചെയ്യുമ്പോൾ -2, വീണ്ടും +1 ആഡ് ചെയ്യുമ്പോൾ -1, വീണ്ടും +1 ആഡ് ചെയ്യുമ്പോൾ 0, അങ്ങനെ. സോ ദിസ് ഈസ് ഓൾസോ AP. ഞാൻ നേരത്തെ പറഞ്ഞു ഇത് AP-യിലെ ടേംസ് ആണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. സോ ഡിഫറൻസിനെ നമ്മൾ, കോമൺ ഡിഫറൻസിനെ നമ്മൾ മെയിൻ ആയിട്ട് സൂചിപ്പിക്കുന്ന ഒരു ലെറ്റർ ഉണ്ട്, D കൊണ്ടാണ് നമ്മൾ അതിനെ സൂചിപ്പിക്കുന്നത്. സോ കോമൺ ഡിഫറൻസ് ഈസ് നമ്മൾ സൂചിപ്പിക്കുന്നത് D. ഓക്കെ, അതൊക്കെ നമുക്ക് എഴുതാം. ഓക്കെ, അടുത്തത് നോക്കെ 3 3 3 3 എക്സെട്ര. സോ ഇതൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണോ? ഇവിടെ ഒന്നും ആഡ് ചെയ്യുന്നില്ലല്ലോ. സോ എങ്ങനെ നമുക്ക് പിന്നെ AP എന്ന് പറയാൻ പറ്റും? അപ്പൊ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം, ഡിഫറൻസ് സെയിം ആണോ എന്ന് നോക്കാം, അല്ലെങ്കിൽ ഏത് ഫിക്സഡ് നമ്പർ ആണ് ഇവിടെ ആഡ് ചെയ്തേക്കുന്നത്. നോക്കിയേ, ഈ 3 - 3 എന്ത് വരും? 0. ഈ 3 - 3 എന്ത് വരും? 0. ഈ 3 - 3 എന്ത് വരും? 0. ശരിയല്ലേ? അപ്പൊ എന്താ ആഡ് ചെയ്തേക്കുന്നത്? 0 ആഡ് ചെയ്തേക്കുവാണ്. ഒരു ഫിക്സഡ് നമ്പർ ആഡ് ചെയ്യണമെന്നേ ഉള്ളൂ. സോ എഗെയിൻ നമുക്ക് ആ ഡെഫിനിഷനിലേക്ക് പോകാം. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഈസ് എ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് ഇൻ വിച്ച് ഈച്ച് ടേം ഈസ് ഒബ്ടൈൻഡ് ബൈ ആഡിങ് എ ഫിക്സഡ് നമ്പർ ടു ദ പ്രിസീഡിംഗ് ടേം. ഓരോ ടേമും കിട്ടുന്നത് പ്രിസീഡിംഗ് ടേമിനോട് എന്ത് ആഡ് ചെയ്യുമ്പോഴാണ്? ഒരു ഫിക്സഡ് നമ്പർ. ഇവിടുത്തെ ഫിക്സഡ് നമ്പർ 0 ആണ്. സോ ഈ 3 കിട്ടിയേക്കുന്നത് 3യുടെ കൂടെ 0 ആഡ് ചെയ്തപ്പം വീണ്ടും 0 ആഡ് ചെയ്തു. സോ ദിസ് ഈസ് അഗൈൻ ഓൾസോ AP. ഓക്കെ, പിന്നെ ഫസ്റ്റ് ടേമിന്റെ കേസിൽ അത് ഒരു പർട്ടിക്കുലർ റൂൾ അനുസരിച്ചായിരിക്കും ഫസ്റ്റ് ടേം വരുന്നത്. അതിനെ കണ്ടുപിടിക്കാനായിട്ട് അതിന് മുന്നേ ഒരു ടേം ഇല്ല. സോ അതുകൊണ്ടാണ് ഡെഫിനിഷനിൽ പറഞ്ഞിരിക്കുന്നത് എക്സെപ്റ്റ് ദ ഫസ്റ്റ് ടേം എന്ന്. ഓക്കെ, അതിനെ കുറിച്ച് പിന്നീട് നോക്കാം. അടുത്ത നോക്കാം, -1.0 -1.5 -2.0 -2.5. ഇവിടുത്തെ ഡിഫറൻസ് എന്താണ്? ആ ഫിക്സഡ് നമ്പർ എന്ന് നമുക്ക് കണ്ടുപിടിക്കാം അല്ലെ? ഫിക്സഡ് നമ്പർ നമ്മൾ എപ്പോഴും അങ്ങനെ പറയാറില്ല. ഇതിനെ വിളിക്കുന്ന പേരെന്താണ്? കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് നമ്മൾ പറയാറില്ല. D എന്നായിരിക്കും ഇനി അങ്ങോട്ട് നമ്മൾ കൂടുതലും പറയാം. D, കോമൺ ഡിഫറൻസ് D. സോ D എങ്ങനെ കണ്ടുപിടിക്കുന്നത്? സെക്കൻഡ് ടൈമിൽ നിന്ന് ഫസ്റ്റ് ടൈം കുറച്ചായി. ദാറ്റ് ഈസ് ഈക്വൽ ടു A2 മൈനസ് A1 -1.5 മൈനസ് ഓഫ് -1.0. മൈനസും ക്യാൻസൽ ആയി പോകും. -1.5 പ്ലസ് 1.0 ദാറ്റ് ഈസ് ഈക്വൽ ടു -0.5. സോ -0.5 ആണ് ഇവിടെ ആഡ് ചെയ്ത് പോയിരിക്കുന്നത്. നിങ്ങളപ്പം ഈ ഒരു കാൽക്കുലേഷൻസ് ഒന്നും എഴുതി വെക്കണമെന്ന് ഞാൻ പറയുന്നില്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. മെയിൻ ആയിട്ട് ഈ സെക്ഷനിൽ അറിയാനുള്ളത് എന്താണ് ടേം. ഓരോ അരിത്തമെറ്റിക് പ്രോഗ്രഷനിലെ ഓരോ മെമ്പേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടേംസ്. ഫസ്റ്റ് ടൈം A1, സെക്കൻഡ് ടൈം A2, തേർഡ് ടൈം A3, A4 എക്സെട്ര AN അങ്ങനെ പോകും. സോ വാട്ട് ഈസ് കോമൺ ഡിഫറൻസ്? നമ്മൾ പറഞ്ഞായിരുന്നു ഒരു ഫിക്സഡ് നമ്പർ ആണ് ആഡ് ചെയ്ത് പോകുന്നത്. അങ്ങനെ ആഡ് ചെയ്ത് പോകുന്ന ഫിക്സഡ് നമ്പറിന്റെ പേരാണ് കോമൺ ഡിഫറൻസ്. ഓക്കെ, അതിനെ മെയിൻ ആയിട്ട് സൂചിപ്പിക്കുന്നത് D കൊണ്ടാണ്. അത് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഫോർമുലയാണ് A2 മൈനസ് A1 അല്ലെങ്കിൽ A3 മൈനസ് A2 എക്സെട്ര. ഏതോ ആയിക്കോട്ടെ, അതിൽ നിന്നും തൊട്ട് പ്രൊസീഡിംഗ് ആയിട്ടുള്ള ടേം ആണ് കുറയ്ക്കാൻ. ഫോർ എക്സാമ്പിൾ A10 മൈനസ് A9 എന്താണ്? കോമൺ ഡിഫറൻസ്. ഓക്കെ, സോ അവിടുത്തെ ഡിഫറൻസ് സെയിം ആയതുകൊണ്ട് അല്ലെങ്കിൽ ഫിക്സഡ് നമ്പർ ആയതുകൊണ്ടാണ് അതിനെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. അടുത്തായിട്ട് വേറൊന്നുമില്ല. ഈ ഒരു പാർട്ടിൽ ഇത്രയും മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഈ ഒരു പാറ്റേൺ മാത്രം ഒന്ന് എഴുതിയാൽ മാത്രം മതി. ഓക്കെ, അടുത്തതായിട്ട് ജനറൽ ഫോം ഓഫ് AP ആണ്.
ജനറൽ ഫോം ഓഫ് എ പി. സോ നോക്കുക, ഫസ്റ്റ് നമ്മൾ എ പിയിലെ ടേംസിനെ എങ്ങനെ എഴുതിയത്? A1 എ പിയിലെ ടേംസ് എങ്ങനെ? A1 A2 A3 A4 A5 എക്സെട്ര AN. സോ ഫസ്റ്റ് ടേം ഈസ് A1, സെക്കൻഡ് ടേം ഈസ് A2, തേർഡ് ടേം ഈസ് A3, ഫോർത്ത് ടേം ഈസ് A4. അങ്ങനെയല്ലേ? അപ്പൊ ഞാൻ ഇവിടെ എഴുതുവാണ്. ഇതെന്താണ് ഫസ്റ്റ്, ഇതെന്താ സെക്കൻഡ്, ഇതെന്താണ് തേർഡ് എക്സെട്ര, ഇതെന്താണ് nth ടേം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ആ ടേംസിനെ എഴുതുന്നത് നമ്മൾ പറഞ്ഞു. സോ ഇവിടെ A1 ഈസ് ഫസ്റ്റ് ടേം അല്ലെ? സോ A1 നമുക്ക് A എന്നും പറയാം. ഓക്കെ, ശ്രദ്ധിക്കുക, ഫസ്റ്റ് ടേം ആണ് A1. സോ ആ A1 നമുക്ക് എന്തെന്നും പറയാം? A എന്നും പറയാം. സോ ഇങ്ങനെ സീക്വൻസസ് ആയിട്ട് എഴുതുമ്പോഴത്തേക്ക് നമ്മൾ A1 A2 A3 എന്ന് എഴുതുമെങ്കിലും ഫസ്റ്റ് ടേമിനെ നമുക്ക് എന്തെന്നും പറയാം? A എന്ന് നമുക്ക് പറയാം. സോ സെക്കൻഡ് ഈസ് കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് എന്താണ്? ഈ A2 മൈനസ് A1 അല്ലെങ്കിൽ A3 മൈനസ് A2 എന്ന് പറയുന്നതാണ് എന്തോന്നു? കോമൺ ഡിഫറൻസ്. A2 മൈനസ് A1 D ആണ്. കോമൺ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഒന്ന് A2 മൈനസ് A1 അല്ലെങ്കിൽ എന്തുവാ A3 മൈനസ് A2 അല്ലെങ്കിൽ A4 മൈനസ് A3. ഇതെല്ലാം എന്ത് തന്നെയാണ്? കോമൺ ഡിഫറൻസ് ആണ്. സോ അപ്പൊ ഇങ്ങനെ ഈ ഡിഫറൻസിന് നമ്മൾ വിളിക്കുന്ന പേരാണ് കോമൺ ഡിഫറൻസ്. അത് ഡിനോട്ട് ചെയ്യുന്നത് D കൊണ്ട്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഈ ഫസ്റ്റ് ടേമിനെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ A എന്ന് എഴുതാന്ന്. സോ ഞാൻ എന്ത് എഴുതുവാണ്? ഫസ്റ്റ് ടേമിനെ ഞാൻ A എന്ന് എഴുതുവാണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? സെക്കൻഡ് ടേം A2നെ എങ്ങനെയാണ് ഈ സെക്കൻഡ് ടേം A2 നമുക്ക് കിട്ടുന്നത്? ഫസ്റ്റ് ടേമിന്റെ കൂടെ എന്ത് ആഡ് ചെയ്യുമ്പോൾ? ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് അല്ലെ? സോ അവിടെ ഞാൻ A പ്ലസ് D എന്ന് എഴുതാം സെക്കൻഡ് ടേം. ഓക്കെ, അതിന്റെ എക്സാമ്പിൾ വേണമെങ്കിൽ നമുക്ക് ഇവിടെ എഴുതാം. നോക്കിയേ, 2 5 8 11 14 എക്സെട്ര. സോ ഇവിടുത്തെ ഫസ്റ്റ് ടേം ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 2 ആണ്. ഡിഫറൻസ് എന്താണ്? 3 അല്ലേ? നോക്കി, 5 മൈനസ് 2 എത്ര? 3. സോ ഫസ്റ്റ് ടേം ഈസ് 2, ഡിഫറൻസ് ഈസ് 3. കാരണം 2ന്റെ കൂടെ 3 ആഡ് ചെയ്യുമ്പോൾ 5, 5ന്റെ കൂടെ 3 ആഡ് ചെയ്യുമ്പോൾ 8, 8 പ്ലസ് 3 11, 11 പ്ലസ് 3 എത്ര? 14. ദിസ് ഈസ് ആൻ AP. സോ ഇവിടുത്തെ ഫസ്റ്റ് ടൈം A എടുത്തു, അതിന്റെ കൂടെ വീണ്ടും എന്ത് ആഡ് ചെയ്തപ്പോഴാണ്? ഡിഫറൻസ് ആഡ് ചെയ്ത്. സോ ഇത് 2, ഈ 2ന്റെ കൂടെ 2 പ്ലസ് 3 ആ ഡിഫറൻസ് ആഡ് ചെയ്തപ്പോഴാണ് എന്ത് വന്നത്? 5 വന്നത്. സോ സെക്കൻഡ് ടൈമിന് നമുക്ക് അങ്ങനെയാണെങ്കിൽ എന്ത് പറയാം? A പ്ലസ് D എന്ന് വിളിക്കാം. ഓക്കെ, എഗെയിൻ ഒരു 3യും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? 8 കിട്ടുന്നത്. സോ 8 is equal to 2 പ്ലസ് ഫസ്റ്റ് ടൈം പ്ലസ് 2 3 ആഡ് ചെയ്തു. സോ 2 into 3. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അപ്പൊ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? തേർഡ് ടേമിനെ നമുക്ക് എന്ത് എഴുതാം? A പ്ലസ് എത്ര D? 2D. ശരിയല്ലേ? സോ ഇവിടെ ഒരു ഫസ്റ്റ് ടൈം, അതിന്റെ കൂടെ ഒരു D ആഡ് ചെയ്തപ്പോ A2 കിട്ടി, വീണ്ടും ഒരു D ആഡ് ചെയ്തപ്പോ എന്ത് കിട്ടി? A3 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഫോർത്ത് ടേമിനെ നമുക്ക് എന്ത് പറയാം? A പ്ലസ് 3D. ഓക്കെ ആണോ? മനസ്സിലാവുന്നുണ്ടോ? ജനറൽ ഫോം ഓഫ് AP എന്നാണ് ഈ പറയുന്നത്. A1 A2 A3 A4 A5 എക്സെട്ര AN ആണ് ടേംസ് ഓഫ് AP എന്ന് പറയുന്നത്. ജനറൽ ഫോം ഓഫ് AP എന്ന് പറയുമ്പോഴത്തേക്ക് A1നെ നമുക്ക് A എന്ന് പറയാം, അതിന്റെ കൂടെ D ആഡ് ചെയ്താലേ എന്ത് കിട്ടത്തുള്ളൂ? A2. സോ ഇനി മുതൽ A2 എന്ന് പറയേണ്ട, നമുക്ക് A പ്ലസ് D എന്ന് പറഞ്ഞാൽ മതി. A3ക്ക് പകരം A പ്ലസ് 2D, A4ന് പകരം A പ്ലസ് 3D. അപ്പൊ ശ്രദ്ധിക്കണം, ഇവിടെ 1 ആകുമ്പോ ഇവിടെ D ഇല്ല, ഇവിടെ 2 ആകുമ്പോ 1D, ഇവിടെ 3 ആകുമ്പോ എത്ര? 2D. ഒരെണ്ണം കുറവാണ്. ഇവിടെ 4 ആകുമ്പോ ഇവിടെ എത്ര? 3D. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര? ഇവിടെ 5 ആകുമ്പോ എത്ര? A പ്ലസ് 4D എക്സെട്ര. ലാസ്റ്റ് ടൈം വരുമ്പോ എന്ത് വരും? A പ്ലസ്. നോക്കി, ഇവിടെ 5 ആയപ്പോ ഇവിടെ 4 വന്നു. അപ്പൊ ഇവിടെ N ആകുമ്പോ എത്ര? N മൈനസ് 1 into D. ഇതായിരിക്കും ഇതിന്റെ ജനറൽ ഫോം. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ. ഫസ്റ്റ് ടൈം A1നെ A എന്ന് പറയാം, സെക്കൻഡ് ടൈം A2നെ A പ്ലസ് D എന്ന് പറയാം, തേർഡ് ടൈം A3നെ A പ്ലസ് 2D എന്ന് പറയാം, ഫോർത്ത് ടൈം എന്ത് പറയാം? A പ്ലസ് 3D എക്സെട്ര. ലാസ്റ്റ് ടൈം ANനെ A പ്ലസ് N മൈനസ് 1 into D എന്ന് നമുക്ക് പറയാം. അത് എങ്ങനെയാണെന്നുള്ള എക്സാമ്പിളോട് മനസ്സിലായല്ലോ. ഫസ്റ്റ് ടൈമിന്റെ കൂടെ ഒരു ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ സെക്കൻഡ് കിട്ടും, 2 ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ തേർഡ് ടൈം കിട്ടും, 3 ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? ഫോർത്ത് ടൈം കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ ഓർത്തു വെക്കേണ്ട ഒരു കേസ്, ജനറൽ ഫോം ഓഫ് AP എന്താണ്? എപ്പോഴും A പ്ലസ് D, A പ്ലസ് 2D, A പ്ലസ് 3D എക്സെട്ര A പ്ലസ് N മൈനസ് 1 into D. ഓക്കെ, അതായത് ഫസ്റ്റ് ടേമിനെ നമുക്ക് A എന്ന് വിളിക്കാം,
സെക്കൻഡ് ടേമിനെ നമുക്ക് എന്ത് വിളിക്കാം? എ പ്ലസ് ഡി. തേർഡ് ടേമിന് എ പ്ലസ് 2d എന്ന് പറയാം. ഫോർത്ത് ടേമിന് എ പ്ലസ് 3d. ലാസ്റ്റ് ടേം nth ടേമിന് നമുക്ക് എന്ത് പറയാം? എ പ്ലസ് n മൈനസ് 1 ഇത് മനസ്സിലുണ്ടാകണം. എന്നാൽ മാത്രമേ നമുക്ക് ആദ്യത്തെ 1-2 എക്സസൈസുകൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതിനൊരു ഐഡിയ ഞാൻ പറഞ്ഞു തരാം. നമുക്ക് ഇങ്ങനെ എഴുതി വെക്കാം. ഇവിടെ നോക്കിക്കേ. ഫസ്റ്റ് ടേം a1 is equal to a, a2 is equal to a plus d, a3 is equal to a plus ഒന്ന് കുറച്ചാൽ മതി 2d, a4 is equal to a plus 3d, a5 is equal to a plus 4d, etc. ലാസ്റ്റ് ടൈം an is equal to a plus 1 കുറയ്ക്കുമ്പോൾ n minus 1 into d. സോ ഇത്രയും മാത്രം നമ്മുടെ മനസ്സിലുണ്ടായിരുന്നാൽ മതി. അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും ഞാൻ പറഞ്ഞത്. ഓരോ ടേംസ്, ഫസ്റ്റ് ടൈം, സെക്കൻഡ് ടൈം, തേർഡ് ടൈം, ഫോർത്ത് ടൈം, ഫിഫ്ത്ത് ടൈം. സോ ഈ ടേമിനെ നമുക്ക് ജനറലി ഇങ്ങനെ എഴുതാം. ക്ലിയർ ആണോ? അപ്പൊ ഇത് എഴുതി വെക്കുക, നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഓക്കെ. അടുത്തതായിട്ട് the sequences 1, 4, 7, 10, 13, etc. is an AP. ഇതെന്താണ്? ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ്. ഇതിന്റെ ഫസ്റ്റ് ടേം 1-ഉം കോമൺ ഡിഫറൻസ് 3-ഉം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയാണോ? ഫസ്റ്റ് ടേം 1 ആണ്, ശരിയല്ലേ? സോ ഫസ്റ്റ് ടേം a is equal to 1. കോമൺ ഡിഫറൻസ് ഈസ് 3. കോമൺ ഡിഫറൻസ് കിട്ടണമെങ്കിൽ എങ്ങനെയാണ്? സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ചെയ്ത് നോക്കിയാൽ മതി. 4 minus 1 3. Again check ചെയ്യാം. 7 minus 4 3. Okay. So common difference is 3. First term is 1. Okay. അപ്പോൾ ഒരു സീക്വൻസ് തന്നാല് നമുക്ക് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും എഴുതാൻ എളുപ്പമായിരിക്കും. എന്താണ് അടുത്തത്? 11 7 3 minus 1 etc. is an AP. ഇതിന്റെ ഫസ്റ്റ് ടേം 11 ആണ്. ഓക്കെ, ഫസ്റ്റ് ടേം 11. 7 minus 11 that is minus 4 ആണ്. സോ അപ്പൊ ഇവിടെ എന്താണ്? 4 അല്ല, അവിടെ എന്തിടുന്നത്? നമ്മൾ -4 ആണ് കോമൺ ഡിഫറൻസ്. ഓക്കെ. അടുത്തതായിട്ട് 6 9 12 15 etc. സോ ഇവിടുത്തെ ഫസ്റ്റ് ടൈം 6, a is equal to എന്താണ്? 6. ഓക്കെ. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ 9 minus 6 നോക്കിയാൽ മതി. 9 minus 6 is 3. അഗൈൻ ചെക്ക് ചെയ്യാം. 12 minus 9 എന്താണ്? 3 ആണ്. അതുപോലെ തന്നെ അടുത്തത് 6 3 0 minus 3 etc. ഫസ്റ്റ് ടൈം is 6, ശരിയാണ്. അതുപോലെ തന്നെ കോമൺ ഡിഫറൻസ് 6 minus 3, 6 minus 3 minus 3 ആണ്. 6 minus 3 is minus 3, 0 minus 3 is minus 3. ശരിയാണല്ലോ? കോമൺ ഡിഫറൻസ് is minus 3. ഓക്കെ. അപ്പോൾ ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ തരുവാണെങ്കിൽ ഫസ്റ്റ് ടൈമും കോമൺ ഡിഫറൻസ് എഴുതാനുള്ള ചോദ്യങ്ങൾ നമുക്ക് തുടക്കത്തിൽ വരുന്നുണ്ട്. ഫസ്റ്റ് ടൈം എഴുതാൻ എളുപ്പമാണ്. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഒന്നുകിൽ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേമോ അല്ലെങ്കിൽ തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേമോ ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അത് മാറ്റി ചെയ്ത് കളയരുത്. തിരിച്ച് ഫസ്റ്റ് ടൈം മൈനസ് സെക്കൻഡ് ടൈം ചെയ്ത് കളയരുത്. നോക്കിയേ, 4 minus 1 ചെയ്യാൻ പാടുള്ളൂ, 1 minus 4 ചെയ്യാൻ പാടില്ല. ഓക്കെ. സോ എഗൈൻ ഞാൻ ഒന്നുകൂടെ എഴുതുവാണ്. ഡിഫറൻസിന് ഒന്ന് a2 minus a1, a3 minus a2, ഇനി a4 minus a2 ചെയ്തു വെക്കരുത്, അത് തെറ്റാണ്. പ്രസീഡിംഗ് ടേം ആണ്, തൊട്ട് മുന്നേ ഉള്ള ടേം ആണ്. therefore a4 എടുക്കുകയാണെങ്കിൽ a4 minus a3. ഇങ്ങനെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. ഓക്കെ. അപ്പൊ ഇത് നോട്ടിൽ എഴുതി വെക്കുക. അപ്പൊ നമ്മൾ അവസാനമായിട്ട് എന്താണ് ചെയ്തത്? ഒരു AP തരും, അതിനകത്ത് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും എഴുതുകയാണ് ചെയ്തത്. ഈ സെയിം കാറ്റഗറി ക്വസ്റ്റ്യൻസ് നമുക്ക് ഫസ്റ്റ് എക്സസൈസിൽ വരുന്നുണ്ട്. ശ്രദ്ധിക്കുക, അടുത്ത ഒരു ടൈപ്പ് ആണ്. ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും നമുക്ക് തരും, AP നമ്മൾ ഫോം ചെയ്യണം. നേരത്തെ ഇത് ചെയ്ത ക്വസ്റ്റ്യന്റെ റിവേഴ്സ് ക്വസ്റ്റ്യൻ നോക്കുക. ഫസ്റ്റ് ടേം A മീൻസ് ഫസ്റ്റ് ടേം, D മീൻസ് കോമൺ ഡിഫറൻസ്. അറിയാലോ അതൊക്കെ. A is equal to എന്താണ്? ഫസ്റ്റ് ടേം. D is equal to എന്താണ്? കോമൺ ഡിഫറൻസ്. ഓക്കെ. സോ AP ഫോം ചെയ്യാൻ എളുപ്പമല്ലേ? ആദ്യത്തെ ടേം എടുത്ത് എഴുതുക. എന്താണ്? A -7. ഓക്കെ. വീണ്ടും എന്ത് ആഡ് ചെയ്താൽ മതി? D ആഡ് ചെയ്ത് കൊടുത്താൽ പോരെ അടുത്ത ടൈം കിട്ടാനായിട്ട്. അതിൻ്റെ കൂടെ -2 ആഡ് ചെയ്യുമ്പോൾ -9. വീണ്ടും -2 ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? -11. വീണ്ടും -2 ആഡ് ചെയ്യുമ്പോൾ എത്രയാണ്? -13 എക്സെട്ര. സോ -7
-9 -11 -13 എക്സെട്ര AP ആയി കഴിഞ്ഞു. അപ്പൊ എളുപ്പമല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? A is equal to 1.0. 1.0 means 1. Common difference is 0.1. അപ്പൊ ആദ്യം ഫസ്റ്റ് ടൈം എഴുതുക A 1.0. അതിന്റെ കൂടെ 0.1 ആഡ് ചെയ്യുമ്പോൾ 1.1, വീണ്ടും 0.1 ആഡ് ചെയ്യുമ്പോൾ 1.2, വീണ്ടും 0.1 ആഡ് ചെയ്യുമ്പോൾ 1.3 എക്സെട്ര. ദിസ് ഈസ് ആൻ AP. ഓക്കെ. അടുത്ത എന്താണ്? ഫസ്റ്റ് ടൈം 0. സോ ഫസ്റ്റ് ടൈം ഞാൻ എഴുതി. കോമൺ ഡിഫറൻസ് 1 and 1/2. സോ അത് 0 കൂടെ 1 and 1/2 ആഡ് ചെയ്യുമ്പോൾ 1 and 1/2. ഓക്കെ. ഇനി ഈ ടൈമിന്റെ കൂടെ വീണ്ടും 1 and 1/2. D ആണ് നമ്മൾ വീണ്ടും വീണ്ടും ആഡ് ചെയ്ത് പോകുന്നത്. സോ ആദ്യത്തെ ടൈം 0 എഴുതണം, അതിന്റെ കൂടെ D ആഡ് ചെയ്യണം. അഗൈൻ D ആഡ് ചെയ്യുമ്പോൾ 1 and 1/2 പ്ലസ് 1 and 1/2 എത്ര ആവും? 3. ഓക്കെ. വീണ്ടും 1 and 1/2 ആഡ് ചെയ്യുമ്പോൾ 4 and 1/2 എക്സെട്ര. സോ ദിസ് ഈസ് അഗൈൻ ആൻ AP. Next question, A is equal to 2 and D is equal to 0. So first question, so A we can write as first term. A is equal to 2. എന്താ നമുക്ക് ആഡ് ചെയ്യേണ്ടത്? 0. So 2 plus 0 is 2. Again we need to add the D, that is 0. അപ്പൊ എന്ത് കിട്ടും നമുക്ക്? 2. വീണ്ടും D ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? 2 എക്സെട്ര. ഓക്കെ. സോ ദിസ് ഈസ് ദ AP. അപ്പൊ ഇങ്ങനെ ഒരു കാറ്റഗറി ക്വസ്റ്റ്യൻ കൂടി ഫസ്റ്റ് എക്സസൈസിലുണ്ട്. അപ്പൊ ഇത് നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കുന്ന ആൾക്കാർക്ക് അത് സുഖമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ 2 കാറ്റഗറി ക്വസ്റ്റ്യൻസ് നമ്മൾ ഫസ്റ്റ് എക്സസൈസിന് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? AP തരും, ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും എഴുതണം. ഓക്കെ. അടുത്ത എന്താണ്? ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും തരും, നമുക്ക് AP ഫോം ചെയ്യണം. അത് നമ്മൾ ചെയ്തു. ഓക്കെ ആണല്ലോ? അപ്പൊ നിങ്ങൾ ഇതുപോലെ തന്നെ നോട്ട്സ് എഴുതി വെക്കുക. ഇവിടെ വേണമെങ്കിൽ ഫോം AP എന്ന് വേണമെങ്കിൽ ഹെഡിങ് കൊടുക്കാം. ഓക്കെ, ക്ലിയർ? സോ നമ്മൾ APയുടെ ഫസ്റ്റ് പാർട്ട് ഇവിടെ കൺക്ലൂഡ് ചെയ്യുവാണ്. നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? സീക്വൻസസ് എന്താന്ന് പഠിച്ചു. AP അതിന്റെ ഡെഫിനിഷൻ നോക്കി. A1 A2 A3 എക്സെട്ര AN ടേംസ് ഓഫ് AP പഠിച്ചു. ജനറൽ ഫോം ഓഫ് AP എന്താണെന്ന് പഠിച്ചു. A plus D A plus 2D എക്സെട്ര A plus n minus 1 into D. ഫസ്റ്റ് ടേം കോമൺ ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് പഠിച്ചു, എയും ഡിയും. അതിനുശേഷം ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും കണ്ടുപിടിക്കാനായിട്ട് ഉള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. AP തന്നതിന് ശേഷം അത് കണ്ടുപിടിച്ചു. പിന്നീട് AP ഫോം ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ആ കാറ്റഗറി നമ്മൾ ചെയ്തു. സോ അപ്പൊ ഇത്രയും പാർട്ടാണ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ കൂടുതൽ തവണ കണ്ടതിന് ശേഷം ഇതിന്റെ നോട്ട്സ് റെഡിയാക്കുക. നോട്ട്സ് എഴുതുമ്പോഴത്തേക്ക് വളരെ വൃത്തിയായിട്ട് എഴുതുക. അത് കണക്ക് തന്നെ അതിനകത്ത് ഡേറ്റ് ഇടാൻ മറക്കരുത്. അതിനുശേഷം ഇത് എനിക്ക് അയച്ചു തരേണ്ടതാണ്. അതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് പിന്നീട് പറയുന്നതായിരിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഓരോരുത്തരുടെയും നോട്ട്സ് ചെക്ക് ചെയ്യുന്നതായിരിക്കും. സോ അതുകൊണ്ട് തന്നെ വളരെ നീറ്റായിട്ട് ഈ പാർട്ട് പ്രിപ്പയർ ചെയ്യുക. ഇനി നമുക്ക് പാർട്ട് 2 വീണ്ടും കാണാം. താങ്ക് യു.